വർഷമായിട്ട് ഹോർമോൺ ചേഞ്ചസ് വന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ ശരീരം മൊത്തം ചൂടായിരുന്നു. പിന്നെ അത് കൂടാതെ ഡിപ്രഷൻ, പിന്നെ ഉറക്കമില്ലാതെ വരും. ഈ ഉറക്കമില്ലായ്മ ടെൻഷൻസ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യം കൊണ്ടാണോ അതോ അല്ല, ടെൻഷൻ ഈ ഹോർമോൺ ചേഞ്ചസ് വന്നതുകൊണ്ടാണ്. അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും, അതായത് നമ്മൾ പീരിയഡ്സുമായി ബന്ധപ്പെട്ടിട്ട് ചേഞ്ചസ് വന്നതിന്റെ എല്ലാ സ്ത്രീകൾക്കും വരുന്ന സംഭവം തന്നെയാണ്. പിന്നെ പെട്ടെന്ന് കുക്ക് ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് അങ്ങനെ തലചുറ്റുന്ന പോലെ തോന്നും. തലചുറ്റൽ വന്നു, ടെൻഷൻസ് വന്നു, പിന്നെ ചൂട് വല്ലാതെ അത് ഒരുവിധ ലേഡീസിലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, അങ്ങനത്തെ ചൂട്. അപ്പൊ എനിക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. ഇതിപ്പോ നിർത്തി, ഇപ്പൊ കൊറോണ വന്നത് കാരണം പ്രാക്ടീസ് നിർത്തിയത് കാരണമാണ് ഇങ്ങനെ ഭയങ്കര പ്രശ്നമായി. അപ്പൊ പിന്നെ ഡോക്ടറെ കാണിച്ച സമയത്ത് സർജറി വേണം പറഞ്ഞു. അപ്പൊ പിന്നെ സർജറി ചെയ്യാൻ പെട്ടെന്ന് താല്പര്യം, പാൻക്രിയാസിൽ സ്റ്റോൺ ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്യാൻ പറഞ്ഞ സമയത്ത് പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ടും എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞത് ചെയ്തിട്ടും ബുദ്ധിമുട്ട് തന്നെയാണ് ഇതുകൊണ്ടുള്ളത്. പിന്നെ എന്റെ ഫ്രണ്ട് ഷെറി കുറെ ശരീരമൊക്കെ വേദന ഉണ്ടാവും. രാവിലെ എണീക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പീരിയഡ്സിന് ശേഷം 2 വർഷം ഈ ചേഞ്ചസ് വന്നിട്ട് മൂടാണ്, ഒരു രാവിലെ അങ്ങനെ എണീച്ച പോലെ ഡിപ്രഷനാണ്, ദേഷ്യം പിടിക്കും. ഞാൻ അങ്ങനെ കൂളായിട്ട് ഇരിക്കുന്ന ആളാണ്. പക്ഷെ ഇത് വന്നതിന് ശേഷം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ആലോചിക്കുക എന്താണ് ഇങ്ങനെ വരുന്നത്. വേർപ്പ് വരും, കൂടും നല്ലോണം. നമ്മളെ വ്യൂവേഴ്സിനോടൊന്നും പറയേണ്ട പോയിന്റ്, നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ ഒരു ചാനലും നമ്മുടെ ഈ ഐക്യറിനെ കുറിച്ച് പ്രത്യേകം പറയുമ്പോൾ നമ്മൾ ലേഡീസിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ് നമ്മുടെ നോർമലി ഒരു സ്ത്രീകൾക്ക് സംഭവിക്കുന്ന ആ ഒരു പീരിയഡ്സിന്റെ ഒരു സമയം ഉണ്ടായിരിക്കും. അത് സ്റ്റോപ്പ് ആവുന്ന സമയത്ത് ഹോർമോണിൽ വരുന്ന ചേഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഹോർമോണൽ ചേഞ്ചസ് കാരണം നമ്മുടെ അമ്മമാരൊക്കെ ചിലപ്പോൾ ദേഷ്യപ്പെടുന്നത്, മുട്ടുവേദന വരുന്നത്, ഇതൊക്കെ അവരുടെ ശരീരത്തിന്റെ ബോഡിയുടെ ഭാഗമാണ്. അപ്പൊ അത് ശരിക്കും നമ്മൾ നിസ്സാരമായി കാണാതിരിക്കുക. അങ്ങനെ മാഡത്തിന് പാൻക്രിയാസിന്റെ പ്രോബ്ലം കൂടെ വന്നപ്പോൾ ആ സമയത്ത് എല്ലാം കൂടെ വന്ന സമയത്ത് കൂട്ടുകാരിയാണ് എന്തുള്ളത്, എന്റെ ഫ്രണ്ട് ഷെറി ഉണ്ട്. അപ്പൊ അവൾ എന്റെ അടുത്ത് കുറെ പറഞ്ഞു ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാനത് ഒന്നാമത് ഇതിന് എന്ത് പ്രൊഡക്റ്റ് ഐക്കെയർ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നത് കഴിച്ചു നോക്കും. ഒരു ജ്യൂസ് ആണിത്. അപ്പൊ അതൊന്ന് കഴിച്ചു നോക്കും. അല്ല, വിശ്വാസം വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, പരസ്യം ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഇത് സത്യസന്ധമായിട്ട് പറയുന്ന കാര്യമാണ്. അപ്പൊ അതെന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പരസ്യത്തിനതിന് വേണ്ടിയിട്ടല്ല, എന്റെ കാര്യമാണ് കേട്ടോ. വിശ്വാസത്തിന്റെ കാര്യം മനസ്സിലാവാനാണ്. ഒന്നാമത് നമ്മുടെ ഒരു പ്രൊഡക്റ്റും പരസ്യങ്ങളില്ല. അപ്പൊ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന പരസ്യത്തിൽ കാണുന്ന പ്രൊഡക്റ്റ് അല്ലേ നമുക്ക് പരിചയമുള്ള ചിന്ത. അപ്പൊ ഒന്നാമത് പ്രൊഡക്റ്റ് പരസ്യത്തിലില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്, ഐക്കെയർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഏകദേശം